ഈ പെണ്ണ് ദിവസവും 1 മണിക്കൂർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു മാസത്തിൽ മില്യൺ കണക്കിന് സമ്പാദിക്കുന്നു. അത് മാത്രമല്ല, ആ മുഴുവൻ കാശും അവൾ ഒരു ക്ലയന്റിൽ നിന്ന് തന്നെയാണ് സമ്പാദിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലയന്റ് അവളുടെ മുറിയിലേക്ക് വന്ന് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങുന്നു. പക്ഷെ കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ $1000 പകരം പകുതി കാശ് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നു. പക്ഷെ അവളത് കേട്ട് ദേഷ്യപ്പെടാതെ അവൻ പറഞ്ഞ കാശിന് സമ്മതിക്കുന്നു. നോക്കുമ്പോൾ അവൻ അടുത്ത നിമിഷം തന്നെ അവളുടെ യഥാർത്ഥ പേരും കോർട്ടിലെ പേരും മാച്ച് ആവുന്നില്ലെന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. അതേസമയം ആ പെണ്ണ് അവൻ പറയുന്നത് കേട്ട് അല്പം പോലും ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അവൾ ഗസ്റ്റ് ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും റേറ്റ് കുറച്ച് $100 മാത്രമേ തരൂ എന്ന് പറയുന്നു. പക്ഷെ അവൾ ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുന്നത് കണ്ട് അവൻ പോകുന്നതായി അഭിനയിക്കുന്നു. നോക്കുമ്പോൾ ആ ട്രിക്ക് വർക്കാവുന്നു. അവൻ പറഞ്ഞ കാശിന് അവൾ സമ്മതിക്കുന്നു. അത് കേട്ട് ഹാപ്പി ആയവൻ $50 അഡ്വാൻസ് ആയി കൊടുത്തിട്ട് കുളിക്കാനായി പോകുന്നു. ഉടനെ അവൻ അകത്തേക്ക് കയറിയതും അവളുടെ റിയാക്ഷൻ മാറുന്നു. അടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തിട്ട് അവൾ ആ റൂമിൽ നിന്ന് പോകുന്നു. അതിനുശേഷം അവൾ മറ്റൊരു റൂമിലേക്ക് വരുമ്പോൾ ആ റൂമിനകത്ത് അവളെ പോലെ തന്നെ ഒത്തിരി പെൺകുട്ടികളുണ്ട്. അവരെല്ലാവരും ഓരോ ആണുങ്ങളുമായി സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, അവരുടെ എല്ലാവരുടെയും കോൺവെർസേഷനും വലിയൊരു ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനോട് ഇൻഫോം ചെയ്തിട്ട് അടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് പോകുന്നു. അവിടെ ഒത്തിരി പേർ ലേലത്തിന് വന്നതുപോലെ നമ്പേഴ്സുമായി വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ റൂമിന്റെ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ബാത്റൂമിൽ കുളിക്കാൻ പോയവനെ ഒരു ബെഡിൽ കെട്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ അവൾ വിൻഡോ ക്ലോസ് ചെയ്ത് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അവളുടെ യഥാർത്ഥ ക്ലയൻസ് ആരാണെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി അവളും അവളുടെ ആൾക്കാരും പുരുഷന്മാരെ വലയിലാക്കി അവരുടെ ഓർഗൻസ് എടുത്ത് വിൽക്കുന്നു. അതറിയാതെ ഇവനും അവരുടെ കയ്യിൽ പെട്ടിരിക്കുന്നു.